ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഫെബ്രുവരി 14 ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് ഒരു ട്രിപ്പ് പോവാൻ ഞങ്ങളുടെ വികാരി ഫാദർ വിപിൻ മാളിയേക്കലാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അന്ന് തന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. സർപ്രൈസ് ആയിട്ട് ഞങ്ങൾ ആ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു. വീഡിയോ അതത്ര വലിയ പ്രായമൊന്നുമല്ല, അത്ര വലിയ 62 വയസ്സിൽ അങ്ങാണ് പറയിച്ചത്. അപ്പൊ ഇന്ന് നമുക്ക് എൽപി സന്തോഷമുണ്ട്. നമ്മുടെ ഈ വാലന്റൈൻസ് ഡേ അന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന പറയിച്ചേട്ടന് എല്ലാവരുടെയും നാമത്തിൽ പാസ്റ്റ് കൗൺസിലിന്റെ എല്ലാവരുടെയും നാമത്തിലുള്ള ചേച്ചിയും കൂടിയുണ്ട്. അപ്പൊ അതിന് ഭയങ്കര സന്തോഷമാണ് കേക്ക് വയ്ക്കുന്നതിന് സാധനം. ഇതാണ് ഞങ്ങളുടെ വികാരി വിപിനച്ചൻ. അപ്പോൾ ഈ ട്രിപ്പ് നൈസായിട്ടൊരു ബർത്ത്ഡേ കേക്കും കഴിച്ച് സ്റ്റാർട്ട് ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് റോജി ചേട്ടനെല്ലാം ചെയ്തെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്ന് എനിക്ക് കഴിഞ്ഞോ. അപ്പോൾ ബാക്കി ഫുഡ് കഴിച്ചിട്ട് കാണാവേ. അവസാനമായിട്ടൊരു ചായയും കുടിച്ച് നമ്മൾ ബസ്സിലേക്ക് കയറി. അങ്ങനെ ഞങ്ങളുടെ ചേട്ടന്മാരുടെ ഡാൻസിന് ചെറിയൊരു ഗ്യാപ്പൊക്കെ കൊടുത്ത് നമ്മൾ ആദ്യത്തെ സ്ഥലത്ത് എത്തിയതായിരുന്നു. നമ്മുടെ മഹാഗണി തോട്ടായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ സ്പോട്ട്. അങ്ങനെ ഞങ്ങൾ പോടല്ലേ. എല്ലാരും ഊഞ്ഞാലായിട്ട് 10 രൂപ സാർ, അവിടുത്തെ ഊഞ്ഞാലാട്ടം എങ്ങനെയുണ്ടായിരുന്നു? എന്റെ പൊന്നുമോളെ, നമ്മളാദ്യം നമുക്ക് മരത്ത് തൂങ്ങാനൊക്കെ തോന്നി. തൂങ്ങിക്കഴിഞ്ഞപ്പോഴാണ് തൂങ്ങണം തോന്നി. കാരണം പിടിച്ചു നിൽക്കുന്ന സമയത്ത് ഫോട്ടോ എടുത്തില്ല ഈ മനുഷ്യൻ. തന്നെ കയ്യൊക്കെ വരഞ്ഞ് ആകപ്പടയും പെട്ടുപോയി. അപ്പൊ നമ്മൾ വേണ്ടാത്ത പണിക്ക് പോകരുത്, അറിയാവുന്ന പണി ചെയ്യണം. നമ്മുടെ ഈ ട്രിപ്പിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? സൂപ്പറാണ്. ഹാഫ് ടൈം ആയിട്ടുള്ളു. ഞങ്ങളിപ്പോ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങളിപ്പോ മഹാഗണി തോട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ഞങ്ങളുടെ ഹീറോയാണ് അലീന. അവളങ്ങനെ കാണിക്കുന്ന ആള് സൂപ്പറാണ്. അപ്പോ നല്ലൊരു ഹാഫ് ടൂർ ആയിട്ടുള്ള ഇനിയും കിടക്കുകയാണ്. ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ സജിയണ്ണൻ, അതേപോലെ നമ്മുടെ റെക്സി, നമ്മുടെ പവറാണ്. അപ്പൊ വിപിനച്ചനെ കുറിച്ച്, വിപിനച്ചൻ എന്ന് പറഞ്ഞ ഹീറോ ആണ്. കാരണം വിപിനച്ചനാണ് ഞങ്ങളെ വണ്ണാനുള്ളി ടൂറിന്റെ നേതാവാണ് അദ്ദേഹം. ടൂറിനാണ് ഞങ്ങള് ടൂറൊക്കെ പോകുന്നത്. അദ്ദേഹത്തിന്റെ സന്മനസ് കൊണ്ടാണ്. എന്തൊക്കെയാണെങ്കിലും ഇനി ഞങ്ങൾക്ക് ഒരുമിച്ചൊരു ടൂർ ഉണ്ടാവുമെന്ന് അറിയില്ല. ദൈവത്തിന്റെ വലിയൊരു സഹായം അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ മഹാഗണി തോട്ടവും അടുത്തത് പാണിപ്പോ വൺ ഡേ ട്രിപ്പ് ആണെങ്കിലും കുറെ മെമ്മറീസ് കുറെ കാര്യങ്ങളുള്ള ഒരു ദിവസമാണ്. തീർച്ചയായും ഇന്ന് വൺ ഡേ ട്രിപ്പാണ്. തുടക്കം ഇച്ചിരി ബോറായിരുന്നെങ്കിലും ഇപ്പോൾ അടിപൊളിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഞങ്ങൾ ഹൗസ് ബോട്ടാണ് പ്ലാൻ ചെയ്തത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഹൗസ് ബോട്ടായിരുന്നു. അപ്പോൾ
ഈ വർഷം നമുക്ക് ഇങ്ങനത്തെ ഒരു ട്രിപ്പ് അച്ഛൻ അറേഞ്ച് ചെയ്തപ്പോൾ എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ സൂപ്പറായിരുന്നു. ഓരോ സ്ഥലങ്ങളും ഞങ്ങൾ എൻജോയ് ചെയ്തു. അതെ 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 ഹാഫ് ഡേ ആയിട്ടുള്ളു. കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ ചിരിക്കാത്തവരും ചിരിച്ചു, എൻജോയ് ചെയ്തു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അലീന അല്ല, ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവരൊക്കെ ചിരിച്ച് മണ്ണ് കപ്പി പോയി. അങ്ങനെ മഹാഗണിത്തോട്ടുള്ള കാഴ്ചകൾ കണ്ട് ഞങ്ങൾ നേരെ അടുത്ത സ്പോട്ടിലോട്ട് ഇറങ്ങി. അതിൻ്റെ അടുത്ത് ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങളൊരു സ്ഥലത്ത് കയറി. അപ്പം നല്ല തിരക്കായതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു. അങ്ങനെ കുറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഫുഡ് എത്തി. കണ്ട് ഇൻസ്റ്റയിലല്ലേ? അങ്ങനെ ഞങ്ങൾ പാണിയേരിപ്പോരിലെത്തി. ഉള്ളിലോട്ട് കയറി നടക്കുകയാണ്. അടിപൊളി കാഴ്ചകളിലേക്കായിരുന്നു പോയി നടന്ന് പോണ വഴിക്ക്. അവിടെ കുറേ സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, അതൊക്കെ ശ്രദ്ധിക്കണം. എന്തോ അങ്ങനെ ഞങ്ങൾ പാണിയേരിപ്പോരിലെ കാഴ്ചകളും കണ്ട് തിരിച്ച് ബസ്സിലേക്ക് പോകുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നമ്മുടെ ആൾക്കാരോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. നമുക്ക് വാലന്റൈൻസ് ഡേനെ കുറിച്ച് തന്നെ ചോദിക്കാം. 3-ാം നൂറ്റാണ്ടിലെ റോമിലെ ക്ലോഡിയസ് ചക്രവർത്തിയുടെ കാലത്ത് പ്രണയിതാക്കളെ സഹായിച്ചതിൻ്റെ പേരിൽ രക്തസാക്ഷിയാവേണ്ടി വന്ന വിശുദ്ധനാണ് സെൻറ്റ് വാലന്റൈൻ. ഇതിനെക്കുറിച്ച് എത്ര പേർക്ക് അറിയുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പം നമ്മുടെ ബസ് ഇരുന്നപ്പോഴായാലും കുറച്ച് ഇടക്കിടക്കായിട്ട് നമ്മൊരു വാലന്റൈൻസ് ഡേയുടെ കാര്യം ചോദിച്ചു. ഇതൊരു വിശുദ്ധൻ്റെ പേരായിട്ടൊരു സാമ്യമുള്ളതാണ് ഈ ഒരു ദിവസം പറയണത്. ശരിക്കും അങ്ങനെയാണ് വാലന്റൈൻസ് ഡേ എന്നുള്ള ഒരു തോന്നുന്നത്. എന്തായിട്ടാണ് തോന്നുന്നത്? അത് ഏത് വിശുദ്ധൻ്റെ ആയിരിക്കും എന്ന് പറയാൻ പറ്റുമോ? സെന്റ് വാലന്റൈൻസ് ഒരു വിശുദ്ധനായിട്ട് ബന്ധപ്പെട്ടതാണ്. നിക്കോളാസ് അത് ഏതുള്ള രീതിയിൽ അറിയപ്പെടണേ? അതായത് സാന്റാക്ലോസ് എന്ന രീതിയിൽ അല്ല അതല്ല, വേറെ അതായത് ഇപ്പൊ ഈ വാലന്റൈൻസ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട ഒരു പേരായിട്ട് തന്നെ വരും. സെന്റ് വാലന്റൈൻ. ഓക്കെ, ഒരാളപ്പോ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ആളോട് ചോദിക്കാം. നമ്മൾ ഇന്ന് ബസ്സിൽ ഇരുന്നപ്പോഴായാലും നടക്കണ വഴിയായാലും കൂടുതൽ ചർച്ച ചെയ്ത് ഇന്ന് വാലന്റൈൻസ് ഡേ ആണല്ലോ, അവരതല്ലേ? ഇന്ന് ഈ വാലന്റൈൻസ് ഡേ ഒരു വിശുദ്ധന്റെ പേരായിട്ട് സാമ്യമാണ്. അത് ഏത് വിശുദ്ധനാന്ന് പറയാവോ? വിശുദ്ധന്റെ പേരുമായിട്ട് സാമ്യമുണ്ട്. ഒരു വിശുദ്ധന്റെ പേരായിട്ട് സാമ്യം ഉണ്ടെന്നല്ല, ഈ വാലന്റൈൻസ് ഡേ ആയിട്ട് മാറിയത് ആ ഒരു വിശുദ്ധൻ കാരണമാണ്. അത് ഏത് വിശുദ്ധൻ? പേരുമായിട്ട് തന്നെ ബന്ധമുള്ളവരതാ. പറഞ്ഞോ. അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് സ്പോട്ടിൽ നിന്നും പോന്നു പാണിയേരിപ്പോര്. അടിപൊളി കാഴ്ചകളായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു യാത്രയായിരുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ ബസ്സിലേക്ക് കയറി. അങ്ങനെ ഞങ്ങളുടെ വണ്ടി ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് രാത്രിത്തെ ഫുഡ് അവിടെ കഴിച്ചിട്ട് ഇപ്പോൾ വീട്ടിലേക്ക് പോകാനായിട്ടേക്കാം. ഞങ്ങളുടെ ചേട്ടന്മാർ ഇവിടെ ഫുഡൊക്കെ ചൂടാക്കി എൻജോയും ചെയ്യുക. ഡിന്നർ ഞങ്ങൾക്ക് പൊറോട്ടയും ചിക്കൻ കറിയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഈ ഒരു ദിവസത്തെ ഈ ഒരു സന്തോഷയാത്ര ഇതോടുകൂടി അവസാനിച്ചു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.